ലോക രാഷ്ട്രീയത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഒരു വിയോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഇറാന്റെ പരമാധികാരിയായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ അപ്രതീക്ഷിത അന്ത്യവും അദ്ദേഹത്തിന്റെ ജീവിതവുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. 1939 ഏപ്രിൽ 19 ഇറാന്റെ മഷാദിലാണ് സയ്യിദ് അലി ഹുസൈനി ഖമനേയി ജനിച്ചത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്ക് വഹിച്ച അദ്ദേഹം 1981 മുതൽ 89 വരെ ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1981 നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും വലതുകൈയുടെ ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ അതിശക്തനായി തുടർന്നു. 1989 ഇറാന്റെ ആദ്യ സുപ്രീം ലീഡറായ ആയത്തുള്ള ഖൊമേനിയുടെ മരണശേഷം അലി ഖമേനി ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 37 വർഷത്തോളം ഇറാന്റെ സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ തീരുമാനങ്ങളിലെ അവസാന വാക്ക് അദ്ദേഹമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള കർക്കശമായ നിലപാടുകളും ഇറാന്റെ സൈനിക ശക്തിയും ആണവ പദ്ധതികൾക്കും അദ്ദേഹം നൽകിയ പിന്തുണയും എക്കാലത്തും ചർച്ചാ വിഷയമായിരുന്നു. 2026 ഫെബ്രുവരി 28 ലോകം കേട്ടത് ഇറാന്റെ ചരിത്രം തിരുത്തിയെഴുതുന്ന ഒരു വാർത്തയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ 86-കാരനായ അലി ഖമനേയി കൊല്ലപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ വിവരം ആദ്യം പുറത്തുവിടുകയും പിന്നീട് മാർച്ച് 1 ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വസതി ലക്ഷ്യമാക്കി നടന്ന ഈ ആക്രമണത്തിൽ ഖമനേയിയോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഖമനേയിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ സമാനതകളില്ലാത്ത ഒരു യുദ്ധസമാന സാഹചര്യത്തിലാണ് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നത്. ഇറാന്റെ അടുത്ത പരമാധികാരിയായി അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേയി എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധവും അധികാരമാറ്റവും ലോക രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.